ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടാർക്കും ടീച്ചറമ്മ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ക്ലൈമാക്സിലേക്ക് അടിക്കുന്ന നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജോൺ വിവാഹം കഴിക്കാൻ പോകുന്നത് വീണേനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടി പോണത് വേറൊന്നുമല്ല, നമ്മുടെ സന്തോഷിന്റെയും വീണയുടെയും ഡിവോഴ്സിന്റെ കാര്യം കോടതി പരിഗണിക്കുകയാണ്. അപ്പൊ കോടതി പോകുമ്പോഴേക്കും സന്തോഷ് വാക്ക് മാറ്റുമായിരിക്കും എന്നൊക്കെ ചെറിയൊരു സംശയം നമ്മുടെ ടീച്ചർക്കും കനിക്കും മാഷിനും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പക്ഷേ കോടതി വെച്ചിട്ട് സന്തോഷ് പറയുന്നുണ്ട്, എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായ ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, നല്ലൊരു പെൺകുട്ടിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടി. ആ പെൺകുട്ടിനെ സംശയിച്ച് സംശയരോഗത്തിന്റെ നെറുകിന്തലെ കൊണ്ടേ വെച്ചിട്ട് ആ പെൺകുട്ടിയെ മാക്സിമം ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ അവൾക്കൊരു സമാധാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അവളുടെ ജീവിതം ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട്. നല്ല പെൺകുട്ടിയാണ് വീണ. അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് സന്തോഷ് പറയാണ്. അത് കേൾക്കുമ്പോൾ വീണക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പെൺകുട്ടിയുടെ ഇത് തന്നെയാണോ എന്ന് വക്കീൽ ചോദിക്കുകയാണ്. അതെ, ഡിവോഴ്സ് നടത്താം, അത് തന്നെയാ നല്ലത്. സ്വരം നന്നാവുമ്പോൾ തന്നെ പാട്ട് നിർത്തണതല്ലേ നല്ലത് എന്ന് ഇവരുടെ വക്കീൽ പറയുന്നുണ്ട്. അത് സുജി വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിയെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇവരുടെ ഡിവോഴ്സ് കോടതി അംഗീകരിക്കുക എന്ന് പറയാണ്. അങ്ങനെ കോടതി വെച്ചിട്ട് സന്തോഷം വീണെ കൈ കൊടുത്ത് നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് പിരിയുന്നത് കേട്ടോ. അതിനുശേഷം കനി വീണെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നീ ഫ്രീ ആണ്, ഇനി നീ പറ, നീ ജോണേട്ടനെ വിവാഹം കഴിക്കാം, നിനക്ക് താല്പര്യമുണ്ടോ? നീ ജോണേട്ടനെ വിവാഹം കഴിക്കോ? അപ്പോഴും വീണൊന്നും മിണ്ടുന്നില്ല, അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. കനി പറയുന്നുണ്ട്, കണ്ടില്ലേ ഇളയമ്മേ, കണ്ടില്ലേ, ഇപ്പോഴും ഇവൾക്കൊരു ഉറച്ച സ്റ്റാൻഡ് ഇല്ല. ഇപ്പൊ ഇവളും സന്തോഷേട്ടനും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടുപേരും ഡിവോഴ്സായി. എന്നിട്ടും ഇവൾക്കൊരു ഇതില്ലെന്ന് പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ജോണേട്ടനെ ആഗ്രഹിക്കേണ്ടത്? എൻ്റെ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ്. സന്തോഷേട്ടനായിട്ട് അഞ്ചാറ് മാസം ഞാൻ ഒരുമിച്ച് ജീവിച്ചതാണ്. അങ്ങനെയുള്ള ഞാൻ ജോണേട്ടനെ ആഗ്രഹിക്കാനേ പാടില്ല. പക്ഷെ എവിടെയൊക്കെയോ എപ്പോഴും ഒരു ആഗ്രഹം തോന്നി എന്നുള്ളത് സത്യമാണ്. അതിന്റെ പേരിൽ ജോണേട്ടനെ ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ നല്ലതെന്ന് തോന്നണോ? കനിയായിട്ട് തന്നെയാണ് ജോണേട്ടനെ ഒന്നിക്കേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്താ തോന്നണതോ അതുപോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് വീണ പറയണം. അങ്ങനെ കനി നമ്മുടെ ടീച്ചറും കൂടി ആലോചിച്ച് തീരുമാനം എടുക്കുകയാണ്. ശരി, ഒരു കാര്യം ചെയ്യാം, ജോണിന്റെയും അതുപോലെ തന്നെ കനിയുടെയും വിവാഹമാണെന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ജസ്റ്റ് ഒരു സൈൻ ചെയ്യാൻ വേണ്ടി, അത്രയും മതി വിവാഹം എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യുക, അത്രയും മതി. എന്നിട്ട് അവിടെ സാക്ഷിയായിട്ട് വീണ തന്നെ ഒപ്പിടണമെന്ന് പറഞ്ഞിട്ട് വീണേനെയും കൊണ്ടുപോകാം. അതിനുശേഷം അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കേണ്ട വധുവിന്റെ സൈനിലാണ് പേജിലാണ് ഒപ്പിടിപ്പിക്കേണ്ടത്. വരനായിട്ട് ജോണും ഞാനാണ് സാക്ഷി എന്ന് കനി പറയണം. ആ സമയത്ത് അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണെന്ന് നമ്മുടെ ടീച്ചറും പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ നമ്മുടെ മേരിക്കുട്ടിയുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മേരിക്കുട്ടിക്ക് സന്തോഷമാവാണ്. വീണയായാലും കനിയായാലും രണ്ടും നല്ല പിള്ളേരാണ്. പിന്നെ ജോണിന് താല്പര്യം വീണോടത്താണെന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ നടക്കട്ടെ എന്ന് പറയണ്ട. ആ സമയത്ത് കനിയും നമ്മുടെ വല്യമ്മാവനും തമ്മിൽ വേറൊരു അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്. ഇവരുടെ എന്തായാലും വിവാഹം നടക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ ടീച്ചറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമാഷിന്റെയും വിവാഹം കൊണ്ട് നടത്തി കൊടുത്താലോ? വല്യമ്മാവ പറയണ്ട, അത് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണോ? എന്തായാലും സാറിന് ഇതിൽ എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇളയമക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ചെറുപ്പത്തിൽ മനസ്സിൽ ഒരുപാട് കൊണ്ടു നടന്ന ആളല്ലേ. ഇളയമ്മയുടെ മനസ്സിൽ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സാറിനോട് തന്നെയാണ്. അപ്പൊ ആ വിവാഹം കൂടി നടത്തിയാലോ? ചിലപ്പോൾ അധികം ഒരു തെറ്റായി പോകുമെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. ശരി, നമുക്ക് അവിടെ വെച്ച് നോക്കാം എന്ന് പറയണം. അങ്ങനെ വീണയുടെയും അതുപോലെ തന്നെ ജോണിയുടെ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തുന്ന അതേ സമയം തന്നെ കനിയും വല്യമാമയും കൂടി തീരുമാനിക്കുകയാണ് നമ്മുടെ ടീച്ചറിന്റെയും കൃഷ്ണ സാറിന്റെയും വിവാഹം നടത്തിയാലോ എന്ന്. അപ്പൊ മിക്കവാറും ആ ഒരു വിവാഹം കൂടി ഇതിന്റെ കൂടെ നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ക്ലൈമാക്സിലേക്ക് കാണാൻ വേണ്ടി പോകുന്നത്. ടീച്ചറമ്മ ക്ലൈമാക്സ് ആണോ നിങ്ങളെ വേദനിപ്പിച്ചത്? ഇഷ്ടം മാത്രം ക്ലൈമാക്സ് ആണോ നിങ്ങളെ വേദനിപ്പിച്ചെന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഏത് സീരിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.